ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാരൻ ഹൈവേ 360 റോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കൊച്ചിയിൽ 2 ദിവസത്തേക്ക് വന്നതാണ്. ഇവിടെ നിക്കോ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടൽസിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ഇത് തൊട്ടടുത്തായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ മെയിനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടത്. എന്തൊക്കെയാണെന്ന് വലുതായിട്ട് അതിന് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എറണാകുളം കടവന്ത്രയിലാണ് ഈ സിൽക്കോൺ സൂപ്പർ മാർക്കറ്റ്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് എറണാകുളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, സിൽക്കോൺ ഫുഡ് ഫാക്ടറി. ഇത് കാണാനാണ് ഞാനിവിടെ വന്നത്. എന്നെ ഇവരുടെ കിച്ചണിൽ കയറാൻ അനുവദിച്ചിട്ടുണ്ട്. തലയിൽ ഒരു ക്യാപ്പ് ഒക്കെ തന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞു. നേരെ ചാടി കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സെറ്റ് കഴിഞ്ഞു, അടുത്ത ടൈം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അറേഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റംസും വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇവർ സെർവ് ചെയ്യുന്നതെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. ഗുലാബ് ജാമുൻ ആൻഡ് പനീർ ജാമുൻ, കാലോ ജാമുൻ, carrot halwa, payodi chicken fry, okay, kuttanadan chicken curry, nadan beef curry, or beef coconut fry silicone special. क्या है वो fish vर्थराज, fish vर्थराज. ഫിഷ് വറുത്തരച്ചത്. ഷെഫിനോട് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളുള്ള ഷെഫ് പറഞ്ഞു തന്നു. ഷെഫിന് ചില ഈ കേരള ഡിഷിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ആദ്യം തന്നെ സൂപ്പ് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് വെജിറ്റബിൾ സലാഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ നാടൻ പുട്ട്, ഇറച്ചിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട് ഒക്കെ ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആയ ക്യാരറ്റ് ഹൽവ, അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാടൻ പായസം ഇരിപ്പുണ്ട്. പിന്നെ ഗീ റൈസ്, അതുപോലെ തന്നെ നാടൻ ഊണ്, അതിന് പറ്റിയ എല്ലാ സാധനവും ഉണ്ട്. കപ്പയും ചോറും നമ്മുടെ പുളിശ്ശേരിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഗോബി 65 ഉണ്ട്. പിന്നെ ഷെഫ് പറയാൻ പാടുപെട്ട ഫിഷ് വറുത്തരച്ചാണ് ആയിരിക്കുന്ന 2 ഐറ്റം. പിന്നെ നാടൻ ചിക്കൻ കറി ഉണ്ട്. പിന്നെ നാളികേരം ഇട്ട് വെച്ച ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ, പിന്നെ അൽഫാമും ഷവായും. ഇത് ആദ്യം കാണുന്നത് അൽഫാമാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഷവയുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ വാങ്ങുന്നത് കണ്ട്. പിന്നെ തലശ്ശേരി ദം ബിരിയാണി. ഇത് ഫിഷ് തവ ഫ്രൈ ആണ്. വാഴയിലയിൽ പൊതിഞ്ഞ് തവ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ്. പിന്നെ ഇവിടെ പയ്യോളി ചിക്കൻ, പനീർ ബട്ടർ മസാല, ഗോബി മഞ്ചൂരിയൻ, ചില്ലി ചിക്കൻ, ദാൽ കറി, വെജിറ്റബിൾ കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ സ്നാക്സ് എന്നും പറഞ്ഞൊരു ടീ സ്റ്റാൾ ഉണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്സും നമ്മുടെ ഉന്നക്കായൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ സിൽക്കോൺ ഫുഡ് ഫാക്ടറി ഒരു അടിപൊളി സംഭവം തന്നെ. എല്ലാം തന്നെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇവിടുന്ന് അൽഫാമും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലയും പൊറോട്ടയും അതിൻ്റെ കൂടെ കുബൂസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പാഴ്സൽ വാങ്ങിയിട്ട് നേരെ നമ്മുടെ നിക്കോ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട്. റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ജാപ്പനീസ് ഹോസ്പിറ്റാലിറ്റി അറ്റ് കൊച്ചി, ഇതാണ് നിക്കോ ഹോട്ടലിൻ്റെ ക്യാപ്ഷൻ തന്നെ. ജാപ്പനീസ് തീമിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ജാപ്പനീസ് മ്യൂസിക് ഇവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. പിന്നെ റൂം എല്ലാം തന്നെ അടിപൊളിയാണ്. കുറച്ച് ജാപ്പനീസ് തീം പിക്ചേഴ്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട സംഭവം ബാത്റൂം, അത് വളരെ നീറ്റാണ്. പിന്നെ സാധാരണ ഹോട്ടലിൽ കാണുന്ന നമുക്ക് ഷാമ്പും സോപ്പും ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഞാൻ വന്നപ്പോഴൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. എടുത്തു വരേണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ റൂഫ് ടോപ്പിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്ന സംഭവങ്ങളെല്ലാം നമുക്കെടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്ന പനീർ ബട്ടർ മസാല, അതുപോലെ പൊറോട്ട, അൽഫാമിൻ്റെ കൂടെ കിട്ടിയ കുബൂസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ അൽഫാമിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ലൊരു അൽഫാം ചിക്കനാണ് കേട്ടോ. നല്ല ആ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുബൂസും കൂട്ടി കുറച്ച് അൽഫാം കഴിക്കാം. നല്ല തരക്കേടില്ലാത്ത നല്ലൊരു അൽഫാം തന്നെയാണ്. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ മയോണൈസിന് മുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിരിക്കുന്നു. ഇതുണ്ടോ, വലിയ പൊറോട്ടയാണ്. അത്യാവശ്യം നല്ലോണം അടിച്ച് എതളുകളാക്കിയ പൊറോട്ട തന്നെയാണ്. വലിയ പൊറോട്ടയായിട്ട് ഇത് ഫുള്ള് എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫാമിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ കുബൂസും ഉണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ട. ഞാനിപ്പോൾ വാങ്ങാൻ പോയ സമയത്ത് ഫ്രഷായിട്ട് അടിച്ചാണ്. അവിടെ നല്ല ചൂടുമുണ്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പനീർ ബട്ടർ മസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് കഴിച്ചു നോക്കാം.
പനീർക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു, കുക്ക് ചെയ്ത് ഓവറാക്കിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പരുവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഗ്രേവി കേട്ടോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗ്രേവി. ആ പൊറോട്ടയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് ഒരു രക്ഷയില്ല. എന്തായാലും നമ്മുടെ ഈ സിലിക്കൺ സൂപ്പർ മാർക്കറ്റിലെ ഫുഡ് ഫാക്ടറി പൊളിച്ച് തകർത്ത് തിമിർത്ത് പൊളി സാധനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിൽക്കോൺ സൂപ്പർ മാർക്കറ്റിനകത്തുള്ള ഫുഡ് ഫാക്ടറിയെ കുറിച്ചും അതുപോലെ തന്നെ ഈ നിക്കോ ഹോട്ടലിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇഷ്ടമായ ഉറപ്പായും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചിറ്റിലക്കാടൻ സൈനിങ് ഓഫ്.